ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ മുഖത്ത് ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കുന്ന ഒന്നാണ് കവിളുകൾ, അല്ലേ? നല്ല തുടുത്ത കവിളുകൾ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ചന്തം കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേരുടെ കവിളുകൾ ഒട്ടി ഉള്ളു കുഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ കവിളുകൾ വീണ്ടും തടിച്ച് നല്ല ഭംഗിയുള്ളതാകും, ഉറപ്പ്. അപ്പോൾ ആദ്യം തന്നെ കവിളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പോകുന്നത് എന്ന് നോക്കാം. നമ്മൾക്കറിയാം, പൊതുവെ നല്ല തടിയുള്ളവരുടെ കവിളുകൾക്ക് നല്ല വണ്ണമുണ്ടാകും. എന്നാൽ മെലിഞ്ഞ ശരീരമുള്ളവർക്ക്, അതായത് ബോഡി വെയ്റ്റ് കുറവുള്ളവർക്ക് കവിളുകളും സാധാരണയായി ഒട്ടിയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കവിളുകൾക്ക് വണ്ണം വെക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കവിളുകൾ തടിപ്പിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന് വണ്ണം കൂട്ടാനാണ്. നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുമ്പോൾ കവിളുകളും സ്വാഭാവികമായും ഒട്ടിപ്പോകും. അതുകൊണ്ട് ശരീരം കുറച്ചൊന്നും മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഒരുപാട് മെലിഞ്ഞവർക്ക് കവിളുകൾ ഒട്ടിയിരിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. കവിളുകൾ തടിപ്പിക്കാൻ ഒരു കിടിലൻ ഈസി വഴി പറയാം. രാവിലെ ഉറക്കമുണരുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അത് ഒഴിവാക്കിയാൽ മാത്രം മതി. ആ തെറ്റ് കാരണമാണ് നിങ്ങളുടെ കവിളുകൾക്ക് വണ്ണം വെക്കാത്തതും ശരീരഭാരം കൂടാത്തതും. രാവിലെ എഴുന്നേറ്റയുടൻ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ചായ കുടിക്കുന്നത്. ചായയിൽ കെഫീൻ അടങ്ങിയിട്ടുണ്ട്. ഈ കെഫീൻ നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടും. അത് നമ്മുടെ ശരീരം ഫാറ്റ് ലോസ് ഘട്ടത്തിലേക്ക് പോകുന്നതിന് കാരണമാകും. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ശരീരത്തിൽ ആവശ്യത്തിന് ഫാറ്റ് ഇല്ലാത്ത ഒരാളുടെ ശരീരം വീണ്ടും ഫാറ്റ് കുറയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെ കവിളുകൾക്ക് തടിവയ്ക്കും? അതുകൊണ്ട് രാവിലെ ചായ കുടിക്കുന്നത് ഒഴിവാക്കണം. ഇതൊരു വലിയ ടിപ്പാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല പോഷകസമൃദ്ധമായ, അതായത് ന്യൂട്രീഷ്യസ് ആയ, ശരീരഭാരം കൂട്ടുന്ന ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. കവിളുകൾക്ക് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഫുഡ് ടിപ്പ് പറയാം. കുറച്ച് തൈരെടുത്ത് അതിലൽപ്പം ഉപ്പ് ചേർത്ത് കഴിക്കുക. പാലുൽപ്പന്നങ്ങളായ പാല്, തൈര്, വെണ്ണ എന്നിവയെല്ലാം ശരീരഭാരം കൂട്ടാൻ നല്ലതാണ്. കവിളുകൾ തടിപ്പിക്കാനും ഇത് സഹായിക്കും. രാവിലെ തൈരിൽ ഉപ്പ് ചേർത്ത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കവിളുകൾക്ക് വണ്ണം വയ്ക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കവിളുകൾക്ക് വണ്ണം വയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വഴി നമ്മുടെ ശരീരത്തിൽ സോഡിയം കൂട്ടുക എന്നതാണ്. ഇത് പെട്ടെന്ന് കവിളുകൾക്ക് വണ്ണം വയ്ക്കാൻ സഹായിക്കും. സോഡിയം ഉപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. സോഡിയത്തോടൊപ്പം പൊട്ടാഷ്യം കൂടി ചേർത്താൽ സൂപ്പറാണ്. പൊട്ടാഷ്യം കൂടുതലുള്ള ഒന്നാണ് നേന്ത്രപ്പഴം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വാഴപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അല്പം ഉപ്പ് ചേർത്ത് കഴിച്ചാൽ സോഡിയവും പൊട്ടാഷ്യവും ഒരുമിച്ച് ശരീരത്തിലെത്തും. ഇത് നിങ്ങളുടെ കവിളുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സഹായിക്കും. അതായത് കവിളുകളിലെ മസിലുകളിൽ വെള്ളം തങ്ങി നിൽക്കും. ഇത് കവിളുകൾക്ക് നല്ല നിറഞ്ഞ ഒരു ലുക്ക് നൽകും. ഇതൊരു ഇൻസ്റ്റന്റ് വഴിയാണ്. അതായത് പെട്ടെന്ന് തന്നെ കവിളുകൾക്ക് വണ്ണം വയ്ക്കാൻ സഹായിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രാത്രിയിലാണ് ചെയ്യേണ്ടത്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 2 വാഴപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പ് ചേർത്ത് കഴിച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ കവിളുകളിൽ വെള്ളം കെട്ടിനിന്ന് നല്ല തുടുത്തതായി തോന്നും. ഈ കാര്യങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കവിളുകൾക്ക് ഒരിക്കലും വണ്ണം വെക്കില്ല. സോഡിയവും പൊട്ടാഷ്യവും ഉപയോഗിച്ച് നമുക്ക് താൽക്കാലികമായി കവിളുകൾക്ക് വണ്ണം വെപ്പിക്കാം. എന്നാൽ സ്ഥിരമായി കവിളുകൾ നിറഞ്ഞതായി കാണണമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂട്ടണം. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? വാഴപ്പഴം, ചോറ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നിവയിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ കവിളുകൾക്ക് സ്ഥിരമായി വണ്ണം വയ്ക്കും. ഇത് നിങ്ങളുടെ ശരീരഭാരം കൂട്ടാനും സഹായിക്കും. വൈകുന്നേരത്തെ സ്നാക്സായി ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഗോതമ്പ് നുറുക്കിയത്, ഓട്സ് അല്ലെങ്കിൽ 3-4 വാഴപ്പഴം കഴിക്കുക. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉപ്പ് ചേർത്ത് കഴിക്കുന്നതും ശരീരഭാരം കൂട്ടാൻ സഹായിക്കും. ശരീരഭാരം കൂട്ടുന്നതിനോടൊപ്പം മസിലുകളെ ബലപ്പെടുത്താനും കവിളുകൾക്ക് വണ്ണം വയ്ക്കാനും ഏറ്റവും പ്രധാനമൊന്ന് വ്യായാമമാണ്. വ്യായാമം ചെയ്യാതെ നിങ്ങളുടെ കവിളുകൾക്ക് വണ്ണം വയ്ക്കില്ല, ശരീരഭാരം കൂടുകയുമില്ല. അതുകൊണ്ട് ശരീരഭാരം കൂട്ടണമെങ്കിൽ തീർച്ചയായും വ്യായാമം ചെയ്യണം. ഒരു 10-15 മിനിറ്റ് വ്യായാമം ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വ്യായാമം ചെയ്യരുത്. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ മതി. അല്പം റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക. 15 പുഷപ്പുകൾ, 15 പുള്ളപ്പുകൾ, 15 സ്ക്വാട്ടുകൾ എന്നിവയൊക്കെ മതി. 15-30 മിനിറ്റ് വ്യായാമം എന്നും മതി.
ശരീരത്തിന് ആരോഗ്യം നേടുന്നതിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും കരുത്ത് നേടേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ചില പോരായ്മകൾ, ചില ദുശീലങ്ങൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക സന്തോഷത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പോൺ മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ബുദ്ധിമുട്ടനുഭവപ്പെടുന്നുണ്ടോ? ഇത് പലപ്പോഴും നിങ്ങളിൽ ഒരുതരം കുറ്റബോധമുണ്ടാക്കാം. പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരാം. കൂട്ടുകാരുമായും കുടുംബവുമായി ഇടപഴകാൻ മടി തോന്നാം. മൊത്തത്തിലുള്ള നിങ്ങളുടെ ഊർജ്ജവും ആത്മവിശ്വാസവും കുറയ്ക്കാം. ഇതിൽ നിന്ന് പുറത്തുവരാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കെട്ടുപാടുകളിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാനും ശക്തമായ മനസ്സോടെയും വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും മുന്നോട്ടു പോകാനും നിങ്ങൾക്കാകണം. ഞങ്ങൾ 6 വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അനുഭവസമ്പത്തിലൂടെ ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു പ്രോഗ്രാമാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. ഇത് വെറുതെ കുറച്ചു കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സല്ല, ഇതൊരവസരമാണ്. നിങ്ങളുടെ പഴയ ശീലങ്ങളെ പിന്നിലാക്കി ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ അവസരം പാഴാക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറെടുക്കൂ. സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ചേരാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റ് നോക്കുക. അവിടെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും ഇത്. ഇന്ന് തന്നെ ചേരൂ, നിങ്ങളുടെ പുതിയ ജീവിതം ആരംഭിക്കൂ. നിങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ നൽകാം. നമ്മുടെ കവിളുകൾക്കും കഴുത്തിന് ചുറ്റുമുള്ള പേശികളുണ്ട്. ഈ പേശികളെ ശരിയായ രീതിയിൽ വ്യായാമം ചെയ്താൽ നമ്മുടെ കവിളുകൾ തടിക്കാനും പേശികൾ വലുതാകാനും തുടങ്ങും. ഇത് നമ്മുടെ മുഖത്തിന് നല്ല മസ്കുലറായ കരുത്തുള്ള ഒരു ലുക്ക് നൽകും. ഏതൊക്കെ വ്യായാമങ്ങളാണെന്ന് പറയാം. കവിളമർത്തി വായു നിറയ്ക്കുക. നിങ്ങളുടെ 2 കൈകളും ഉപയോഗിച്ച് കവിളുകൾ അമർത്തി പിടിക്കുക. എന്നിട്ട് വായ തുടക്കുക. ഇത് കവിൾപേശികളിൽ നല്ലൊരു പ്രഷർ നൽകും. നമ്മൾ കൈകളിലെ ബൈസെപ്സ്, തോളിലെ മസിലുകൾ എന്നിവയ്ക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രഷർ കൊടുക്കുന്നത് പോലെ കവിളിലെ മസിലുകൾക്ക് പ്രഷർ കൊടുക്കുന്നത് അവ വലുതാകാനും കൂടുതൽ വെള്ളം, കൊഴുപ്പ് എന്നിവയെ ഉൾക്കൊള്ളാനും സഹായിക്കും. ഈ വ്യായാമം 3-4 മിനിറ്റ് ചെയ്യുക. വായു നിറച്ച് കഴുത്തുയർത്തുക. വായിൽ വെള്ളം കൊള്ളുന്നത് പോലെ വായു നിറയ്ക്കുക. അതിനുശേഷം കഴുത്ത് മുകളിലേക്ക് ഉയർത്തി കുറച്ചുനേരം അങ്ങനെ നിർത്തുക. ഇത് കഴുത്തിലെയും കവിളിലെയും പേശികളെ ആക്റ്റീവാക്കും. കവിളുകൾ മുകളിലേക്ക് വെച്ചുകൊണ്ട് 3-4 മിനിറ്റ് ഈ രീതിയിൽ നിൽക്കുക. അതിനുശേഷം സാധാരണ നിലയിലേക്ക് വരിക. ഈ 2 വ്യായാമങ്ങളും സ്ഥിരമായി ചെയ്യുന്നത് നിങ്ങളുടെ കവിളുകളിലെയും കഴുത്തിലെയും പേശികളെ സജീവമാക്കുകയും നിങ്ങളുടെ കവിളുകൾക്ക് നല്ല നിറഞ്ഞതും തുടുത്തതുമായ ഭാവം നൽകുകയും ചെയ്യും. ഇത് ദിവസവും ചെയ്താൽ നല്ല മാറ്റം കാണാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടർച്ചയായി 30 ദിവസം ഇത് ചെയ്താൽ, പ്രത്യേകിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ കവിളുകൾക്ക് വണ്ണം വയ്ക്കും, ശരീരഭാരവും കൂടാൻ തുടങ്ങും. അപ്പോൾ കവിൾ തുടുക്കാൻ സിമ്പിൾ വഴികൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്സും വ്യായാമങ്ങളും നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാനും മടിക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കും ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.